ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ടിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇന്നും നമുക്ക് ഒരാളുടെ നെയിം പറയാനുണ്ട്. ആളുടെ പേര് ഷാഹിറ എന്നാണ്. ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കീനും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ തന്നെ പൂവിഷ് അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഒരു മാച്ച് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോൾ തന്നെ രണ്ടുപേരെ അകത്തേക്ക് വന്ന് പറയും കൊണ്ടുപോകുന്ന ടൈമിന് നേരെ അവരുടെ മുന്നിൽ പൂവിഷ് വരുന്നുണ്ട്. പൂവിഷിൻ്റെ കൂടെ 2 ഗാർഡ്സ് ഉണ്ടായിരുന്നു. നോക്കുന്ന ടൈമിന് നമ്മുടെ ഡാർവിൻ പൈസ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് അടിച്ച ആ 2 ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അവരെ പൂവിഷിൻ്റെ കൂടെ കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെയെന്ന്. ആ ടൈമിന് പൂവിഷാണെങ്കിൽ എല്ലാവർക്കും വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ആ ആൾക്കാർ പൂവിഷിനെ ബോസ് ഒന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ആക്ച്വലി പൂവിഷ് തന്നെയാണ് ഇവരെ ഇത്രയും കാലം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിയാത്തെപ്പെന്ന്. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി 8നെ കൊണ്ട് പല കാര്യങ്ങളും അയാൾ മോശമായിട്ടുള്ള ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അയാൾ തന്നെയാണ് സിയാത്തെപ്പെന്ന് അറിയുമ്പോൾ 8 നല്ലപോലെ ദേഷ്യപ്പെടാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർ അവനെ തടയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ ഓടി വരികയാണ്. അയാളിങ്ങനെ അടിയൊക്കെ കൊണ്ട് അവശനായിട്ടിരിക്കുമായിരുന്നു. നോക്കുമ്പോൾ നമ്മുടെ കീനിൻ്റെ അച്ഛൻ പൈസ കൊടുക്കാൻ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർക്ക് പൈസ കൊടുത്തത് കീനായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടിങ് എപ്പിസോഡൊക്കെ കണ്ട മൂവി എന്ന് പറഞ്ഞ ആ ലേഡിയുടെ കൂടെയുള്ള അവരുടെ അസിസ്റ്റൻ്റായിട്ടുള്ള പയ്യനായിരുന്നു അത്. അവനെ ഈ പൂവിഷ് പിടിച്ചു വെച്ചേക്കായിരുന്നു. അവനിപ്പോൾ എങ്ങനെയൊക്കെ ഓടി നമ്മുടെ കീനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പ്ലീസ് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പൂവിഷ് അവനെ വെടിവെച്ചിടാണ്. എന്നാൽ മരിക്കുന്നില്ല. പൂവിഷ് മറ്റ് 2 ഗാർഡ്സിൻ്റെ അടുത്ത് അവനെ എടുത്തുകൊണ്ട് പോകും. അവൻ്റെ മുറിവ് ഉണങ്ങുമ്പോൾ അവനെയും ഫൈറ്റ് ചെയ്യാനായിട്ട് കയറ്റി വിടണം. ശരി, ഇനി നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് ഇയാൾ ഫൈറ്റ് നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ ടൈഫൂൺ ആയിരുന്നു. ടൈഫൂൺ അവിടെ കാണുമ്പോൾ ഇവർ ഷോക്കാവുന്നുണ്ട്. അതേ ടൈമിന് ക്ലാവോ ആണെങ്കിൽ ഇതേ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ നമ്മുടെ കീനിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ കീന് പറയുന്നതനുസരിച്ച് അവളവിടെ എത്തുന്നുണ്ട്. പക്ഷേ എത്തുമ്പോൾ അവൾ അങ്ങനെ ഒരു സ്ഥലമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കീനിന് മെസ്സേജ് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ആരും അവളെ കോൾ ചെയ്ത് എന്തോ കാര്യം പറയുന്നുണ്ട്. വീണ്ടും പൂവിഷിനെ കാണിക്കുമ്പോൾ പൂവിഷിപ്പോൾ ആ ഒരു മാച്ച് നടക്കുന്നതിൻ്റെ അകത്തായിട്ട് ഒരു റൂമുണ്ട്. അങ്ങോട്ടേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ ടൈമിൽ കീന് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ വേണ്ടത്, താൻ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന്. ആ സമയം പൂവിഷ് നിങ്ങളുടെ ബോക്സിംഗ് ക്യാമ്പ് ഞാനിപ്പോൾ വാങ്ങിച്ചില്ലേ, അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ എൻ്റെ എംപ്ലോയീസ് ആണെന്നാണ്. പിന്നെ ഈ ഒരു ഫൈറ്റേഴ്സിനെയൊക്കെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി എന്തിനാ, ഫൈറ്റ് ചെയ്യാൻ തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് പഗോൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പഗോണിൻ്റെ കൂടെ തണ്ണും ഉണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ തണ്ട് പഗോണിനെ മീറ്റ് ചെയ്യാൻ പോവുകയും ഫൈറ്റ് ചെയ്തിട്ട് തണ്ണിനെ പഗോൺ അടിച്ചിടുകയും എന്നിട്ട് നേരെ പൂവിഷിൻ്റെ അടുത്തേക്ക് തണ്ണിനെ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. സോ തണ്ണിനെ ഇപ്പോൾ ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും കീനെല്ലാം ഷോക്കാവുന്നുണ്ട്. കാരണം തണ്ണ് ഇയാളുടെ കൂടെ ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പൂവിഷ് അപ്പോൾ തണ്ണിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ നേരത്തെ നോട്ടമിട്ട് വെച്ചേക്കായിരുന്നു. ഇനി വരുന്ന ഫൈറ്റിലൊക്കെ ഞാൻ നിന്നെ മത്സരിക്കാനായിട്ട് ഇറക്കുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് പുറത്ത് ഫൈറ്റ് നടക്കുന്നതിൻ്റെ അവിടെ ഒരു ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഉറക്കെ പറയുന്നുണ്ട് ടൈഫൂൺ ജയിച്ചേന്നൊക്കെ. ആ സമയം പൂവിഷും ഇവിടെ ഇരുന്ന് കൈയടിക്കുകയാണ്. ആ സമയം ടൈഫൂണിനെ മറ്റേ പയ്യനെ പൂവിഷിൻ്റെ മുന്നിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. ജയിച്ചത് ടൈഫൂൺ ആയതുകൊണ്ട് തന്നെ പൂവിഷ് അവന് പൈസ കൊടുക്കുന്നുണ്ട്. ടൈഫൂൺ പഗോണിൻ്റെ ബോക്സിംഗ് ക്യാമ്പിലുള്ള പയ്യനാണല്ലോ. ഈ പഗോണാണെങ്കിൽ പൂവിഷിന് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പഗോൺ ആയിരിക്കും അവനെ മിക്കവാറും ഇയാളുടെ കുരുക്കിലേക്ക് കൊണ്ടിട്ടത്. കാരണം ടൈഫൂണിൻ്റെ മുഖം കണ്ടിട്ട് അവനത് ആഗ്രഹിച്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല. അതേ ടൈമിൽ തോറ്റ ആ ഒരു പയ്യൻ പൂവിഷിനോട് പറയുന്നുണ്ട് എനിക്കൊരൊറ്റ ചാൻസ് കൂടെ തരണം, എന്നെ ഒന്നും ചെയ്യരുതെന്ന്. പൂവിഷ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ചാൻസസ് കൊടുക്കാറുണ്ട്, ഞാൻ ആർക്കും ചാൻസ് കൊടുക്കാതിരിക്കത്തില്ല. പക്ഷേ നീയാണെങ്കിൽ എന്നെ ചതിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് 2-3 ഫോട്ടോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോസിൽ ഈ ഒരു പയ്യൻ ഒരു പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ശ്രമിക്കുന്നതായിരുന്നു. അത് പൂവിഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂവിഷ് ഇപ്പോൾ ഇനി ഞാൻ അതിനെ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജോനാഥൻ്റെ അടുത്ത് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. നോക്കുമ്പോൾ അതൊരു പട്ടിയായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആ ഒരു പട്ടി ആ പയ്യനെ കടിച്ച് കീറുന്നുണ്ട്. അവൻ മരിച്ചോ എന്നൊന്നും അറിയത്തില്ല. ഗാർഡ്സിനോട് അവൻ്റെ ബോഡി പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറയുമ്പോൾ അവരെല്ലാതെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ചയെ കണ്ടിട്ട് കീനും ഡാർവിനും ഒക്കെ ഒരുമാതിരി ആവുന്നുണ്ട്. ആ ടൈമിലാണ് കീനിങ്ങനെ ആലോചിക്കുന്നത് തൻ്റെ അച്ഛനെ പട്ടി ആക്രമിച്ചാണ് മരിച്ചതെന്നാണ് അവൻ അറിയാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലും ഇയാളായിരിക്കുമോ എന്ന് എഴുതിയിട്ട് താനല്ലേടോ എൻ്റെ അച്ഛനെ കൊന്നത് എന്ന് അവൻ ഉറക്കെ പറഞ്ഞ് പൂവിഷിനെ അടിക്കാനായി പോകുന്നുണ്ട്. ആ സമയം പൂവിഷിൻ്റെ ഗാർഡ്സ് അവനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. പൂവിഷ് അവൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട് അതേന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അവനാണെങ്കിൽ ഇവിടെ നിന്ന് പൂവിഷിൻ്റെ മുഖത്തേക്ക് തുപ്പാണ്. പൂവിഷിൻ്റെ ഗാർഡ്സ് അവനെ അടിക്കുന്നുണ്ട്. ആ സമയം പൂവിഷാണെങ്കിൽ നിൻ്റെ അച്ഛനെ കൊന്നത് ഞാൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചട്ടാക്കിയാൻ ശ്രമിക്കുന്നുണ്ട്. കീനിനെ ഉപദ്രവിക്കുന്നാകുമ്പോൾ തണ്ണ് എന്ന് പറയുന്നുണ്ട് കീനിനെ ഒന്നും ചെയ്യരുതെന്ന്. ആ ടൈമിന് പൂവിഷ് ഗാർഡ്സിൻ്റെ അടുത്ത് തന്നെയും കീനിനെയും മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പിന്നെ പൂവിഷും തണ്ണും കീനും പഗോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേസമയം ബാക്കി ഗാർഡ്സ് ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്ന ടൈമിന് കൂടെ ടൈഫൂൺ പോകുന്നുണ്ടായിരുന്നു. ഒരു ഏരിയ എത്തുമ്പോൾ ടൈഫൂൺ പറയുന്നുണ്ട് ഇനി ഞാൻ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോക്കാളാണ്. ആ ഗാർഡ്സ് സമ്മതിക്കുന്നതുകൊണ്ട് ടൈഫൂണാണ് അവരുടെ പോകുന്നത്. പിന്നെ ഗാർഡ്സ് പോകുന്നില്ല. വീണ്ടും അടുത്ത് പൂവിഷിനെയൊക്കെ കാണിക്കുമ്പോൾ പൂവിഷ് ഇപ്പോൾ കീനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആക്ച്വലി നീയൊക്കെ എൻ്റെ പ്ലാനിലുണ്ടായിരുന്ന ജസ്റ്റ് കളിക്കാർ മാത്രമാണ്, ഇതെല്ലാം ചെയ്തു വിട്ടത് ഞാനൊരാളാണ്, നിനക്കത് ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ
എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ എപ്പോൾ തൊട്ടാ താൻ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ആക്ച്വലി നിൻ്റെ അച്ഛനാണെങ്കിൽ കടമൊന്നും കൊടുത്തിരിക്കാനില്ലായിരുന്നു, അത് ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണെന്ന്. അങ്ങനെ നമ്മൾ 2-3 സീൻ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തത് മൂവയാണെങ്കിൽ കീനിൻ്റെ അച്ഛൻ പൈസ കൊടുത്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു കീനിനെ ഇട്ട് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അത് ആക്ച്വലി മൂവേ ഇയാൾ പറഞ്ഞിട്ട് ചെയ്ത പരിപാടിയായിരുന്നു. കീനിൻ്റെ അച്ഛനാണെങ്കിൽ ഇതുപോലെ തന്നെ എൻ്റെ മോനെ ഉപദ്രവിക്കരുത്, പൈസ ഞാൻ ഉടനെ തരാം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഫേക്ക് ഓഡിയോ വരെ ഉണ്ടാക്കി കീനിനെ കാണിച്ചിട്ടാണ് അവൻ ഇതെല്ലാം വിശ്വസിപ്പിച്ചത്. എന്നാൽ ആക്ച്വലി അതെല്ലാം ഒരു പറ്റിപ്പ് മാത്രമായിരുന്നു. മെയിൻ റീസൺ എങ്ങനെയെങ്കിലും കീനാണെങ്കിൽ പൈസ ചോദിച്ചു പോകുമ്പോൾ നേരെ ഈ പെച്ചിൻ്റെ അടുത്ത് തന്നെ എത്തണം, പെച്ചിൻ്റെ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യണം. വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തണ്ണിൻ്റെ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡാർവിനാണെങ്കിൽ അവൻ ജയിക്കുമെന്നും പറഞ്ഞ് ബെറ്റ് വയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ കൊണ്ട് നിർബന്ധിച്ച് ബെറ്റ് വയ്പ്പിച്ചതും ഇയാളുടെ ഒരാൾ തന്നെയായിരുന്നു. തണ്ണ് തോറ്റപ്പോൾ അയാൾ തന്നെയാണ് ഡാർവിൻ്റെ അടുത്ത് പറഞ്ഞത്, നീ പേടിക്കണ്ട, പൈസ പോയെങ്കിൽ സിയാത്തപ്പനെ പോയി കണ്ടാൽ മതി, അയാൾ നല്ലൊരാളാണ്, പൈസ തരും എന്നൊക്കെ. അങ്ങനെയാണ് ഡാർവിൻ ഈ സിയാത്തപ്പ്, അതായത് ഈ പൂവിഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതും ഇത്രയും പ്രശ്നങ്ങളുണ്ടായതും ചുരുക്കി പറഞ്ഞാൽ എല്ലാം പ്ലാൻ ചെയ്ത് ഇയാൾ തന്നെ ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. ഈനാ സമയം ദേഷ്യപ്പെട്ടിട്ട് താൻ എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അയാളപ്പോൾ അതിന് കാരണം നിൻ്റെ അച്ഛൻ എൻ്റെ പൈസ മോഷ്ടിച്ചോണ്ട. അയാൾ എന്നിട്ട് അതെല്ലാം ക്രിപ്റ്റോയിലിട്ടു. അയാളെ കൊല്ലുന്നതിന് മുന്നേ വരെ അങ്ങനെ ടോർച്ചർ ചെയ്ത് ചോദിച്ചു, അയാളുടെ ക്രിപ്റ്റോയുടെ പാസ്വേഡ് എനിക്ക് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ക്യാഷ് തിരിച്ചു വേണമെന്ന്. എന്നാൽ അയാൾ ഒരിക്കൽ പോലും പറഞ്ഞേന്നില്ല. പിന്നെ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതും പെട്ടെന്ന് പകോണാണെങ്കിൽ പൂവിഷിനെ തടയുവാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് സാറെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. മനഃപൂർവ്വമാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവർ രണ്ടിനും പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും കീനാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അണ്ണാണെങ്കിൽ കീനെ സമാധാനിപ്പിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, ആർക്കും ഒന്നും സംഭവിക്കത്തില്ല, എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന്. അതും പറഞ്ഞിട്ട് അവനൊരു താക്കോൽ പുറത്തെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കീനിൻ്റെ അടുത്ത് ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് തന്നാണെങ്കിൽ പകോണിനെ കാണാനായിട്ട് പോയ സമയത്ത് പകോൺ നിനക്ക് സത്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നീ എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നീട് അവൻ അടിച്ച് ബോധം കെടുത്തിയിട്ട് പൂവിഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഒരു ഫൈറ്റ് നടക്കുന്ന ടൈമിന് ആരും അറിയാതെ ഓരോ പഞ്ചിലും ഇവരുടെ ഇങ്ങനെ ക്ലോസ് ആയി വരുന്നതനുസരിച്ച് പകോണാണെങ്കിൽ തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പകോൺ ആദ്യം പറയുന്നുണ്ട്, നീ ഇപ്പം തന്നെ ഇതിൽ നിന്ന് പിന്മാറിക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ സേവ് ചെയ്യാനായിട്ട് ചെയ്തതെല്ലാം വെറുതെ ആയി പോകുന്നു. എന്നാൽ തണ്ണ് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നെ ഞാൻ എന്തിന് നിങ്ങളെ വിശ്വസിക്കണമെന്ന്. ആ സമയം പകോണാണെങ്കിൽ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക്, കീനിൻ്റെ അച്ഛനെ കൊന്നത് ഞാനല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും സിയാത്തപ്പ് പൂവിഷാണെന്നുള്ള കാര്യം തണ്ണിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും തണ്ണ് ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് പകോണാണെങ്കിൽ തണ്ണിനെ അടിച്ചിടുന്നതും തണ്ണിൻ്റെ ബോധം പോകുന്നതും ടൈഫൂണെല്ലാം അവിടെ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നതും നമ്മൾ കാണിച്ചതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ കാണിക്കുന്നത് ടൈഫൂണും ബാക്കിയുള്ളവരെയാണ്. ടൈഫൂണ് ആ ഒരു ഗാർഡ്സിൻ്റെ അടുത്ത് നിന്ന് മറ്റുള്ളവരെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഏതൊരു റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കും, ഞാനും പകോണും ചേർന്നിട്ട് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന്. എന്നാൽ അവരാരും ഇവനെ വിശ്വസിക്കുന്നില്ല. ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, നീയാണെങ്കിൽ പൂവിഷ് തന്ന ആ ക്യാഷ് വരെ നിൻ്റെ കയ്യിൽ എടുത്തില്ലേന്ന്. ആ ടൈമിന് അവനാണെങ്കിൽ ആ ക്യാഷ് അങ്ങ് എറിഞ്ഞു കൊടുത്തിട്ട് അതാ വേണമെങ്കിൽ കത്തിക്കുക, നീ എടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് അയാളെ ക്യാഷൊന്നും വേണ്ട. പിന്നെ ഞാൻ നിങ്ങളുടെ ഈ ബോക്സിംഗ് ക്യാമ്പ് വിട്ടിട്ട് പകോണിൻ്റെ പോയി ജോയിൻ ചെയ്തത് എനിക്ക് വലിയ ഫൈറ്റിംഗ് ഒക്കെ ചെയ്യാനും കുറച്ച് പോപ്പുലർ ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്ത തെറ്റാണ്, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, ഐ ആം സോറി എന്ന് ഇങ്ങനെ പെച്ചിനോട് പറയുന്നുണ്ട്. പെച്ചിപ്പോൾ കുഴപ്പമില്ല എന്ന് പറയാണ്. ആ ടൈമിന് അങ്ങോട്ടേക്ക് ഒരു ഗാർഡ് വന്ന് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒരു ടീമാണെന്ന ഗാർഡ് മനസ്സിലാക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ മായിനെടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങാണ്. ആ സമയം ഗാർഡ് ടൈഫൂണിൻ്റെ അടുത്ത്, നീ അവനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ടൈഫൂണാണെങ്കിൽ എനിക്ക് നിങ്ങളെയൊന്നും ഇഷ്ടമേ അല്ല, ഇതിനേക്ക് അടിക്കുകയല്ല കൊല്ലുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഗാർഡ് പോകുന്നുണ്ട്. അങ്ങനെ ടൈഫൂണാണെങ്കിൽ മായിയോട് സോറി പറഞ്ഞിട്ട് എല്ലാവരുടെ കൂടെ ആയിട്ട് നമുക്ക് അഭിനയിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അത് വേണോ, എൻ്റെ അനിയത്തിനെ അവരെന്തെങ്കിലും ചെയ്താലോ എന്ന് പറയുമ്പോൾ ടൈഫൂൺ, നീ അതോർത്ത് പേടിക്കണ്ട, നിൻ്റെ അനിയത്തി സേഫാണ്, ഉറപ്പായിട്ട് സേഫാണെന്ന് തന്നെ പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും കീനെയും തണ്ണയും കാണിക്കുമ്പോൾ തണ്ണാണെങ്കിൽ അവൻ്റെ കയ്യിലൊരു താക്കോൽ എടുത്ത് വെച്ച് കാണിച്ചിട്ട് എല്ലാം ഓക്കെ ആവും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ 2 ഗാർഡ്സ് വന്നിട്ട് ഇവർ രണ്ടുപേരും നേരെ പൂവിഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. പൂവിഷും പകോണും ഡിന്നർ കഴിക്കാൻ കണക്കിന് ഒരു ടേബിളിൽ സെറ്റായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ അടുത്ത് ഇരിക്കാൻ പറയുന്നുണ്ട്. പൂവിഷ് എന്നിട്ട് തണ്ണിനോട് പറയുന്നുണ്ട്, നീ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ നിന്നെ എനിക്ക് ഫൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, പക്ഷേ എപ്പോഴും നിൻ്റെ അച്ഛനാണെങ്കിൽ തടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എന്തോ എനിക്ക് അപ്പം നിന്നെ കിട്ടിയില്ല. എനിക്ക് പിന്നെ കീനിനെ നോട്ടവേ ഉണ്ടായിരുന്നില്ല. കീനിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ച പൈസ അതെങ്ങനെയും തിരിച്ചു വാങ്ങണം എന്ന ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ടൈമിലാണ് നീയും കീനും തമ്മിൽ മീറ്റ് ചെയ്തത്. കീൻ വന്നതോടെ നീയാണെങ്കിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, അതും നീ ടൈഫൂണുമായിട്ട് ഫൈറ്റ് ചെയ്തു. ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. എന്നാൽ കീന് അതെല്ലാം തന്നെ മറികടന്ന് എല്ലാം സോൾവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് നിങ്ങളെ രണ്ടുപേരും എനിക്ക് സ്വന്തമായിട്ട് വേണമെന്ന്. പിന്നെ കീൻ, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഞാനും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. നീയും എന്നെപ്പോലെ തന്നെ വരുന്ന തടസ്സങ്ങളെല്ലാം മറികടന്നിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡീൽ വെക്കുകയാണ്, നീ എന്നോട് ജോയിൻ ചെയ്തോ, അതാകുമ്പോൾ നിൻ്റെ അച്ഛൻ എൻ്റെ നിന്ന് എടുത്ത പൈസ നീ എനിക്ക് തിരിച്ചു തരാൻ നിൽക്കണ്ട, പകരം എന്നോട് വർക്ക് ചെയ്താൽ മതി, നല്ല പൈസ ഞാൻ തിരിച്ചു തരുകയും ചെയ്യാം, നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട എല്ലാം തന്നെ നിനക്ക് ഞാൻ തിരിച്ചു തരാം. പക്ഷെ അഥവാ നീ ഈ ഡീലിന് സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എൻ്റെ എടുത്തുകൊണ്ട് പോയി ഓരോ പൈസയും നീ എനിക്ക് തിരിച്ച് തരേണ്ടി
പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ ഇവ എസ് പറയും നോക്കിയിരിക്കുകയാണ്. എന്നാൽ കീനാണെങ്കിൽ നല്ല ധൈര്യത്തോടെ തന്നെ ഞാൻ എസ് പറയുന്നില്ല, എനിക്ക് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അയാൾ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാണ്ട് പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഈ ഡീലിൽ സമ്മതിച്ചില്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരണം എന്ന് മാത്രമേ താൻ പറഞ്ഞോളൂ, തനിക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് താൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അയാളപ്പോൾ നിൻ്റെ അച്ഛൻ എൻ്റെ നിന്ന് കൊണ്ടുപോയ പൈസ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കാളും നീ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛൻ കൊണ്ടുപോയതിന് പകരമാവും. നിനക്കാണെങ്കിൽ നിൻ്റെ അച്ഛൻ എൻ്റെ നിന്ന് കൊണ്ടുപോയ പൈസ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പോലും അറിയത്തില്ല, പിന്നെ നീ എങ്ങനെ എനിക്ക് തിരിച്ചു തരൂന്ന്. പിന്നെ ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിൽ ഞാൻ തണ്ണിനെ മത്സരിപ്പിക്കാനും പോവുകയാണ്. അവൻ്റെ എതിരായിട്ട് മത്സരിക്കുന്ന ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ വിളിക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അത് യട്ടായിരുന്നു. യട്ട് ആദ്യം മുതലേ പുരുഷൻ്റെ ആളായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും യട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ആ ഒരു മാച്ചിൽ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ പൈസയൊന്നും തരണ്ട, പകരം തണ്ണിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ഈ കീനിനെ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ കീനിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ തണ്ണാണെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനെ തുടരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ അതങ്ങനെ പ്രശ്നമൊന്നും ആവുന്നില്ല, അവിടെ തന്നെ സോൾവ് ആവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് യട്ട് റെഡി ആവുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ യട്ടാണെങ്കിൽ സ്റ്റീറോയിഡൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീൻ ഇപ്പോഴാണ് കാണിക്കുന്നത്. ഈ മാച്ചിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവൻ സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റീറോയിഡ് അവന് കൊടുത്ത ആൾ തന്നെ തണ്ണിൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. എന്നാൽ തണ്ണ് പറയുന്നതിന് എനിക്ക് വേണ്ടാന്ന്. അയാളപ്പോൾ നീ സ്റ്റീറോയിഡ് യൂസ് ചെയ്തില്ലെങ്കിൽ അവൻ്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല, നിനക്ക് പിടിച്ചിരിക്കാനേ പറ്റത്തില്ല, എന്തെങ്കിലും പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് ഇല്ല എനിക്ക് വേണ്ടാന്ന് പറയുന്നതുകൊണ്ട് തന്നെ അയാൾ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കീന സമയം തണ്ണിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. തണ്ണപ്പോൾ കീനിൻ്റെ അടുത്ത് ഇന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം കൊണ്ട് നീയാണെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നീയാണെങ്കിൽ നമ്മുടെ പ്ലാനിൽ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ, എന്തൊക്കെ വന്നാലും ആ പ്ലാൻ നീ മറക്കരുതെന്ന് പറയുന്നുണ്ട്. കീനപ്പോൾ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തണ്ണാണെങ്കിൽ നിനക്ക് അതിനെക്കുറിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ട്, അത് തന്നെയാണ് നിന്റെ മൈൻഡിൽ കിടക്കുന്നതെങ്കിൽ നീയാണെങ്കിൽ ആ ഒരു ചിന്ത ഡൈവേർട്ട് ചെയ്തിട്ട് നീ എന്നെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ കീനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ആ ടൈം മാച്ച് സ്റ്റാർട്ടായിട്ട് അവനെ വിളിക്കുന്നതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാച്ച് അനൗൺസ് ചെയ്യുന്ന ആളാണെങ്കിൽ തണ്ണിനെയും യട്ടിനെയും ബോക്സിംഗ് റിങ്ങിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവരുടെ മാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അടുത്ത് ടൈഫൂണിനെ എല്ലാവരും കാണിക്കുമ്പോഴത്തേക്കും അവർ നിൽക്കുന്ന റൂമിൻ്റെ പുറത്തായിട്ട് ഒരു ഗാർഡ് നിൽപ്പുണ്ട്. സോ അയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്നിട്ട് ടൈഫൂണിനെ അടിക്കും പോലെ ആക്ഷൻ കാണിക്കാണ്ട് ഇയാളത് കണ്ടിട്ട് ഉടനെ തന്നെ ആ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി അവരെല്ലാവരും തോക്ക് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും 8 പുറകിൽ നിന്ന് ഇയാളെ പിടിച്ചു വെക്കുകയാണ്. ആ ടൈമിൽ ടൈഫൂണ് ഇയാളെ അടിക്കുന്നുണ്ട്. വീണ്ടും ആ മാച്ച് കാണിക്കുമ്പോഴത്തേക്കും തണ്ണിന് ഒത്തിരിയൊന്നും പിടിച്ചു ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും അവൻ നന്നായിട്ട് തന്നെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ മുകളിലത്തെ റൂമിൽ നിന്ന് പഗോണും പൂവിഷും ഗ്ലാസ് വഴി കാണുന്നുണ്ട്. പഗോണാണെങ്കിൽ തൻ്റെ മകനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം പൂവിഷിന് ഇപ്പോഴും അറിയത്തില്ല. എന്തായാലും ആ ഒരു മാച്ച് കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിന് യട്ടിൻ്റെ ഒരു പഞ്ചിൽ തണ്ണിൻ്റെ കൈയാണെങ്കിൽ നന്നായിട്ട് മുറിഞ്ഞ് ബ്ലഡ് വരുന്നുണ്ട്. ആ ടൈമിലാണ് കീനിന് മനസ്സിലാകുന്നത് യട്ടിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബ്ലേഡ് ഇരിപ്പുണ്ട്, അവൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ ഉറക്കെ വിളിച്ച് പറയുന്നത് ചീറ്റിംഗ് ആണ്, അങ്ങനെയും ചെയ്യരുതെന്ന്. എന്നാൽ ഒരാൾ പോലും മൈൻഡാക്കുന്നില്ല, ആരും ആ ഒരു കളി സ്റ്റോപ്പ് ചെയ്യുന്ന പോലും ഇല്ല. വീണ്ടും യട്ടാണെങ്കിൽ ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. തണ്ണിന് ദേഹമൊക്കെ മുറിയുന്നുണ്ട്. വീണ്ടും എടുത്ത് ടൈഫൂണിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു ഗാർഡിനെ അടിച്ച് ബോധം കെടുത്തി ഇടുന്നുണ്ട്. എന്നിട്ട് ആ ഓപ്പണായി കിടക്കുന്ന ഡോർ വഴി എല്ലാവരും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് വീണ്ടും തണ്ണിൻ്റെയും യട്ടിൻ്റെയും ഫൈറ്റ് കാണിക്കുമ്പോൾ തണ്ണിപ്പോൾ നന്നായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അത് കാണുമ്പോഴാണ് പഗോണിന് ഇത്തിരിയെങ്കിലും സമാധാനമാവുന്നത്. യട്ടിനെ അവൻ അടിച്ചിടുന്നുണ്ട്. എന്നാൽ യട്ട് സ്റ്റിറോയിഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അവൻ അത്ര പെട്ടെന്ന് വീക്ക് ആവുന്നില്ല. അവൻ എഴുന്നേറ്റിട്ട് തണ്ണിനെ അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. തണ്ണ് ഒത്തിരി വീക്ക് ആവുന്നുണ്ട്, താഴേക്ക് വീഴുന്നുണ്ട്. അവൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസരം ഉപയോഗിച്ച് നിർത്താതെ തന്നെ തണ്ണിനെ അടിക്കുന്നുണ്ട്. തണ്ണിൻ്റെ ബോധവും പോകുന്നുണ്ട്. കീനാണെങ്കിൽ തണ്ണെന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിനാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ചെറിയ പൂത്തിരി ഉണ്ടല്ലോ അതുപോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കത്തിച്ചിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ട്. അതേ ടൈമിന് പെട്ടെന്ന് എല്ലാവരും പോകുമ്പോൾ തന്നെ കീൻ അങ്ങോട്ടേക്ക് സ്റ്റേജിൽ കയറിയിട്ട് യട്ടിനെ തലക്കടിച്ച് വീഴ്ത്താണ്. എന്നിട്ട് കീനാണെങ്കിൽ തണ്ണിനെ എഴുന്നേപ്പിച്ചിട്ട് അവനെ കൊണ്ട് പോകാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോട് എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.